ഹലോ ഫ്രണ്ട്സ്, ആദ്യസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസും മൂന്നാമത്തെ ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ അപ്പൊ അവിടെ എന്തൊക്കെയാണ് നടന്നത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയാലോ. അപ്പൊ എന്താണ്, രാവിലെ നമ്മുടെ മോർണിംഗ് സോങ് വന്നപ്പോ തന്നെ കുറച്ച് പുകഞ്ഞ കൊള്ളികൾ ഉണ്ടല്ലോ പുറത്ത് കിടക്കുന്നവര്, അവർക്കൊക്കെ അകത്ത് കയറാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാം കൂടെ എന്ത് ചെയ്തു, അകത്തേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെവിൻ ചെറിയ രീതിയിൽ ഒരു കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവനാണെങ്കിൽ നമ്മുടെ ആര്യന്റെ ബാൻഡ് ഒളിപ്പിച്ച് വാഷ്റൂമിന്റെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് ക്യാമറയിൽ കുറെ തവണ വന്ന് പറഞ്ഞു, ബിഗ് ബോസ് ഞാൻ ബാൻഡ് എടുത്തിട്ടുണ്ട്, ബിഗ് ബോസ് എന്തെങ്കിലും ഒന്ന് പറയുമോ, ബിഗ് ബോസ് എന്തെങ്കിലും ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ബിഗ് ബോസിന്റെ ക്യാമറ നോക്കിയിട്ട് നല്ലപോലെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലത്തെ എപ്പിസോഡ് തീരുന്നത് വരെ ബിഗ് ബോസ് അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ നെവിൻ ചെറിയ രീതിയിൽ കളി തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മുടെ അനുമോളും ശരത്തും തമ്മിൽ ചെറിയ രീതിയിലൊരു വർത്താനം. അനുമോള് ഇൻക്ലൂഡിങ് ശരത്തിനെ, അതായത് ശരത്തിനെ ഉൾപ്പെടെ പറഞ്ഞു, ഇവിടെ എല്ലാരും ഗ്രൂപ്പീസ് ആയിട്ടാണ് കളിക്കുന്നത്, എന്താണ് അവരവരായിട്ടല്ല അവിടെ നിൽക്കുന്നത്, നമ്മൾ നമ്മളായിട്ട് നിൽക്കണം, ഇത് വേറൊരു രീതിയിൽ എല്ലാരും കളിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനുമോളും ശരത്തും തമ്മിലൊരു വർത്താനം വന്നപ്പോഴത്തേന് ശരത്ത് അതിനെ ഓപ്പോസ് ചെയ്തിട്ട്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, എന്റെ കളി അങ്ങനെയല്ലെന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തമ്മിലും അവിടെ ഒരു ചെറിയ കടിപിടി ഉണ്ടായി കേട്ടോ. അതിനുശേഷം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക് അവിടെ നടന്നു. ടാസ്കിന്റെ പേര് ഓമന പേരെന്നായിരുന്നു കേട്ടോ. അതിൽ എന്താണ് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ കണ്ടസ്റ്റന്റ് ആയിട്ട് മുന്നിൽ വന്ന് നിന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെയും ഇഷ്ടമില്ലാത്ത ഒരാളെയും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു പേര് കൊടുക്കുക, ഇഷ്ടമില്ലാത്ത ഒരാൾക്കും പേര് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ പേര് കിട്ടിയത് ആരാണോ അവര് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് അവർക്ക് അതിന് ഇഷ്ടമുള്ള ഒരു പേര് സെലക്ട് ചെയ്യാം. ഇനി ഈ ബിഗ് ബോസ് സീസൺ കഴിയുന്നത് വരെ അവരെ ആ പേരിൽ വേണം അറിയപ്പെടാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പേരുകൾ പറഞ്ഞു. അതിൽ ഇഷ്ടമില്ലാത്തത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ ആർക്കായിരിക്കും, അല്ലെങ്കിൽ എപ്പിസോഡ് കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ആർക്കായിരിക്കും കിട്ടുക. അതെ, നമ്മുടെ അനീഷിന് തന്നെ കിട്ടി, കുറേ പേരുകൾ കിട്ടി കേട്ടോ. പക്ഷെ അനീഷിനാണ് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ തന്നെ അനീഷ് സെലക്ട് ചെയ്തത് മുള്ളം പന്നി എന്ന് പറയുന്ന പേരായിരുന്നു കേട്ടോ. അപ്പൊ ഇനി തൊട്ട് അനീഷ് മുള്ളം പന്നി അനീഷ് എന്ന് അറിയപ്പെടും. അത് കൂടാതെ ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേനും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ അനുമോക്കും ആദില ആൻഡ് നൂറയ്ക്കും കൂടി ആയിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ അതിൽ അനുമോള് വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള പേര് പാവക്കുട്ടി എന്നും ആദില ആൻഡ് നൂറ അവർക്ക് ഇഷ്ടപ്പെട്ട പേര് പൂമ്പാറ്റ എന്നുമാണ് സെലക്ട് ചെയ്തത്. ഇതിനിടയില് വേറൊരു സംഭവം കൂടെ ഉണ്ടായി. നമ്മുടെ അക്ബർ രേണു സുധിക്ക് ഒരു പേരിട്ടു, സെപ്റ്റിക് ടാങ്ക്. അത് പക്ഷെ രേണു സുധിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. രേണു സുധി ആ ടാസ്കിന് ശേഷം ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് കുറെ പറഞ്ഞു, എന്നെ എന്തിനാണ് അങ്ങനെ വിളിച്ചത്, ഞാൻ ഇതിനു മുന്നേ ഒരുപാട് പേരുകൾ കേട്ടിട്ടുണ്ട്, അവൻ എനിക്ക് മറ്റെന്ത് പേരുകൾ കിട്ടിയാലും ഇട്ടിരുന്നെങ്കിലും ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിച്ചേനെ. പക്ഷെ ഇതെന്ന് പറയുന്നത് എല്ലാവരുടെയും വേസ്റ്റ് പോയി തള്ളുന്ന ആ ഒരു സ്ഥലം. അങ്ങനെ എനിക്ക് ആ ഒരു പേരിട്ടതിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. പക്ഷെ ഞാൻ കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ക്യാമറയുടെ മുന്നിൽ നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മളെ നൂറ വന്നപ്പോ നൂറയുടെ അടുത്ത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രേണുസുതിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അത് ഫീൽ ചെയ്തു എന്ന് മനസ്സിലായതിനു ശേഷം നമ്മുടെ അക്ബർ ക്യാമറയ്ക്ക് മുന്നിൽ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു ചേച്ചിക്ക് അത് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാം, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ അൺവാണ്ടഡ് കണ്ടന്റ് ആണ് നമ്മുടെ രേണു ചേച്ചി എടുത്ത് ഒരു കാര്യമില്ലാത്ത മാറ്റർ, ഒരു വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അങ്ങനെ ആണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്ബർ ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ രേണു ചേച്ചിയുടെ അടുത്ത് സോറി പറയാന്നൊക്കെ പറഞ്ഞു. ഇനി മോർണിംഗ് ടാസ്കിൽ നമ്മുടെ അനുമോളെ സെലക്ട് ചെയ്തത് നെവിൻ ആയിരുന്നു കേട്ടോ. അപ്പൊ നെവിൻ അതിനുശേഷമാണെങ്കിലും ഒക്കെ അനുമോളും നെവിനും നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ അനുമോള് വന്നിട്ട് അതിനുശേഷം അനുമോളും നെവിനും അവിടെ ഇരുന്ന് ഭയങ്കര ഒരു സൗഹൃദ സംഭാഷണമൊക്കെ ഉണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട്, ഇതിന് പുറത്തിറങ്ങിയാലും ഇനി ഇവിടെ നിൽക്കുന്ന അത്രയും നാളും നമ്മൾ തമ്മിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് അവര് സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ പുകഞ്ഞ കൊള്ളികളുണ്ടല്ലോ പുറത്ത് കിടക്കുന്നത്, അവരെ പുറത്താക്കാൻ ബിഗ് ബോസ് കുറച്ച് ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അക്ബറും ശരത്തും കൂടെ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണ്, ഉറങ്ങുന്ന ആളെ, കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന ആളെ പതുക്കെ എങ്ങനെ റെഡ് സോണിൽ കൊണ്ടുവയ്ക്കുക, റെഡ് മാർക്കിനുള്ളിൽ കൊണ്ടുവച്ചാൽ അവരെ എവിക്റ്റ് ആവും, അപ്പൊ എങ്ങനെ കൊണ്ടുവയ്ക്കുക എന്നൊക്കെയുള്ള പ്ലാനിങ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അത് കൂടാതെ നമ്മുടെ അക്ബർ അഭിലാഷുമായിട്ടും ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ജിസേൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അപ്പൊ ജിസേലിനെ കട്ടിലേക്ക് എടുത്താണെന്നുണ്ടെങ്കിൽ ജിസേൽ നല്ലപോലെ ഉറങ്ങും, അങ്ങനെയാണെ കൊണ്ടുവയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് 3 പേരും അവിടെ ചെറിയ രീതിയിൽ ഗ്രൂപ്പിസ് ആണെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷെ അവര് ഈ ഒരു ഗെയിം പ്ലാനിങ്, ശരിക്കും ഇത് ഗെയിം ആണല്ലോ, ബിഗ് ബോസ് കൊടുത്ത ഗെയിം ആണ്. അപ്പൊ അവരത് അതിനിടയിലൂടെ അതും പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഈ ശരത്തും അക്ബറും തമ്മിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വെറുതെ നമ്മുടെ ഷാനവാസ് അതിനിടയിലേക്ക് കയറി സംസാരിക്കാനായിട്ട് ചെന്നു. അപ്പോഴത്തേക്കും അതത്ര ഇഷ്ടപ്പെട്ടില്ല, ശരത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഷാനവാസ് ചെറിയ രീതിയിലൊന്ന് ചൊറിയാനായിട്ട് ചെന്നതാണ്. അപ്പൊ ശരത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അവര് തമ്മിൽ ഒരു വാക്കുതർക്കമൊക്കെ വന്നു. വാക്കുതർക്കം എന്ന് പറയാനില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഓരോ പറച്ചിലൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് പറഞ്ഞു, ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു, നീ അഭിനയിക്കുന്ന രുദ്രൻ എന്ന ക്യാരക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ടോക്ക് വന്നപ്പോൾ നമ്മുടെ ഷാനവാസ് പറഞ്ഞു, രുദ്രനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം എനിക്കില്ല, ഷാനവാസായിട്ട് തന്നെയാണ് ബിഗ് ബോസ് നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ ഇടയിലും എന്താണ് ഒരു ചെറിയ ടോക്ക് നടന്നത്. അതിനുശേഷം നമ്മുടെ ഈ വീക്കിലി ടാസ്ക് വന്നു. വീക്ക്ലി ടാസ്കിന്റെ പേര് ഭാഗ്യത്തിന്റെ പണപ്പെട്ടി എന്നായിരുന്നു. അതായത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഒരു വലിയ സർക്കിൾ വരച്ചു കേട്ടോ, റെഡ് കളറിൽ ഒരു സർക്കിൾ വരച്ചിട്ട് അതിന്റെ നടുക്കായിട്ട് ഒരു ബോക്സ് വെച്ചു. ബോക്സിൽ കുറെ കോയിൻസ് ഉണ്ട്, ഗോൾഡ്, ബ്ലാക്ക്, റെഡ്. അപ്പൊ റെഡ് കിട്ടുന്നവർക്ക് എന്താണ് കാര്യമെന്ന് ഫ്യൂച്ചറിൽ പറയാം, അതിന്റെ ഉപയോഗം എന്താണെന്ന് പിന്നെ പറയാമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. ഗോൾഡ് കിട്ടുകയാണെങ്കിൽ ഒരു സൂപ്പർ പവർ കിട്ടുമെന്നും ബ്ലാക്ക് കിട്ടുന്നവർക്ക് പണി കിട്ടുമെന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് നമ്മളുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അതിലും ആദ്യം പോയി കുറച്ചു പേർക്കൊക്കെ കിട്ടി, കട്ടകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഗോൾഡ് കോയിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു പേർക്ക് കിട്ടിയില്ല. അപ്പൊ അവർക്ക് വേണ്ടി വീണ്ടും ഒരു റൗണ്ട് നമ്മുടെ ബിഗ് ബോസ് നടത്തി കേട്ടോ. അപ്പൊ അതിനുശേഷം ഒരു കൗണ്ട് എടുത്തപ്പോ നമ്മുടെ ഗോൾഡ് കോയിൻ കിട്ടിയത് നമ്മുടെ അക്ബറിനായിരുന്നു. അപ്പൊ അക്ബറിന് ലഭിച്ച സൂപ്പർ പവർ എന്ന് പറയുന്നത് നെക്സ്റ്റ് വീക്കിലേക്ക് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം എന്നതായിരുന്നു. പക്ഷേ അക്ബറിന് സൂപ്പർ പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ അക്ബറിനെ അടുത്ത റൗണ്ടിൽ ഇറങ്ങാൻ പോകുന്നതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യണം. അയാൾ ഗോൾഡ് കോയിൻ എടുത്തെങ്കിൽ മാത്രമേ അക്ബറിന് സൂപ്പർ പവർ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് ഇറങ്ങുന്നത് ഈ ഫസ്റ്റ് റൗണ്ടിൽ കോയിൻസ് കിട്ടിയവർക്ക് മാത്രമേ സെക്കൻഡ് റൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സെക്കൻഡ് റൗണ്ടിൽ നിന്ന് അക്ബർ സെലക്ട് ചെയ്തത് ആര്യനെയാണ്. അതായത് ആര്യൻ സെക്കൻഡ് റൗണ്ടിൽ ഗോൾഡ് കോയിൻ എടുത്തെങ്കിൽ മാത്രമേ അക്ബറിന് ആ സൂപ്പർ പവർ കിട്ടുള്ളൂ, ഒരു ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഗോൾഡ് കോയിൻ കിട്ടിയത് അക്ബറിനായിരുന്നു. പിന്നെ ബിന്നിക്കൊക്കെ റെഡ് കോയിൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഷാനവാസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കോയിൻ കിട്ടിയത് നമ്മുടെ അഭിലാഷിനും റെനയ്ക്കും അനീഷിനുമായിരുന്നു. ബിഗ് ബോസ് പണി കൊടുത്തു. ഒരാൾ കണ്ണ് കെട്ടുക, ഒരാൾ വാ മൂടുക, ഒരാൾ നടക്കാതിരിക്കുക. ഇത് കേട്ടപ്പോ വാ മൂടാനായിട്ട് നമ്മുടെ റെന തെരഞ്ഞെടുത്തു, കണ്ണ് മൂടാനായിട്ട് അനീഷും തെരഞ്ഞെടുത്തു. അഭിലാഷിന് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ പോലും നടക്കാതിരിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റോർ റൂം തുറന്ന് അവരെല്ലാവരും അടുത്ത ഞെട്ടൽ, അതായത് അടുത്ത ബിഗ് ബോസിന്റെ പണി കണ്ട് ഞെട്ടി. അതായത് കണ്ണും വായും മൂടി കെട്ടുന്ന ആള് നമ്മുടെ ഉന്തുവണ്ടിയിൽ നടക്കാൻ പറ്റാത്ത ആളെ തെള്ളിക്കൊണ്ട് നടക്കണം. ഒരു 3-4 മണിക്കൂർ എന്തായാലും അവരെ തെള്ളിക്കൊണ്ട് നടന്നു. അഭിലാഷ് രക്ഷപ്പെട്ടു, കാരണം ആ ഉന്തുവണ്ടിയിൽ കയറി ഇരുന്നാൽ മതിയല്ലോ. ബാക്കി 2 പേരും കൂടെ എന്ത് ചെയ്തു, അടുത്ത റൗണ്ട് വരെ ഉന്തിക്കൊണ്ട് നടക്കണമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത്. അപ്പൊ അടുത്ത റൗണ്ട് വരെ ഉന്തിക്കൊണ്ട് നടന്നു. അടുത്ത റൗണ്ടിൽ നമ്മുടെ ആര്യൻ ഇറങ്ങി ഗോൾഡ് കോയിൻ എടുത്ത് കിട്ടി. ഓടിയ സമയത്ത് ഗോൾഡ് കോയിൻ താഴെ പോയപ്പോഴത്തേനും ഷാനവാസ് ആ കോയിൻ എടുത്ത് സ്വന്തമാക്കി. അപ്പൊ എന്ത് പറ്റി, അക്ബറിന്റെ സൂപ്പർ പവർ കിട്ടില്ല. കാരണം അക്ബറിന് സൂപ്പർ പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ആര്യൻ രണ്ടാമത്തെ റൗണ്ടിൽ ഗോൾഡ് കോയിൻ എടുക്കണമായിരുന്നു. പക്ഷെ ആര്യൻ എടുത്തു, പക്ഷെ അത് താഴെ പോയപ്പോ എന്ത് ചെയ്തു, ഷാനവാസിന് കിട്ടി. അപ്പൊ അത് ഷാനവാസിന് സ്വന്തമാണ്. അതുകൊണ്ട് അക്ബറിന് സൂപ്പർ പവർ അവിടെ നഷ്ടമാകുകയും ബിഗ് ബോസ് അടുത്ത പണി അക്ബറിനും ആര്യനും കൊടുത്തു. ആര്യനെയും നമ്മുടെ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിൽ ഒരാളെ ഇപ്പോൾ അടുത്ത വീക്കിലേക്ക് നോമിനേറ്റ് ചെയ്യണം, നിങ്ങൾ സംസാരിച്ച് തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഒന്നും ആരും സമ്മതിച്ചില്ലെങ്കിലും അവസാനം അക്ബർ അടുത്ത ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷൻ ആയി. വീണ്ടും നമ്മുടെ ബ്ലാക്ക് കോയിൻസിന്റെ കാര്യം, റെഡ് കോയിൻസ് ഇപ്പൊ പറയുന്നില്ല കേട്ടോ, അത് ഫ്യൂച്ചറിൽ എന്തോ ബിഗ് ബോസ് അടുത്ത പണിയാണോ എന്താന്ന് കണ്ടറിയണം. അപ്പൊ നമ്മുടെ ബ്ലാക്ക് കോയിൻസ് കിട്ടിയത് നമ്മുടെ ഷാനവാസിനും അനീഷിനുമായിരുന്നു. അനീഷിന്റെ 2 കോയിൻസ് ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം ഒരാൾക്ക് നൽകാം. അനീഷ് കൊടുത്തത് ആര്യനാണ് കേട്ടോ. അപ്പോ വീണ്ടും നമ്മുടെ ബിഗ് ബോസിന് ബ്ലാക്ക് കോയിൻ കിട്ടിയവർക്കുള്ള പണി കൊടുക്കാനുള്ള സമയമായി. ഒരാൾ കണ്ണ് മൂടുക, ഒരാൾ വാ മൂടുക, ഒരാൾ നടക്കാതിരിക്കുക,
ഒരാൾ എന്ത് ചെയ്യാം, ആന നടത്തം നടക്കുക, മുട്ടിലഴഞ്ഞ് നടക്കുക എന്നുള്ളതായി ടാസ്ക്. അപ്പൊ നമ്മുടെ അനീഷിനെ ഉന്തുവണ്ടിയിൽ വെച്ചിട്ട് അക്ബറിനും ബ്ലാക്ക് കോയിൻ കിട്ടി കേട്ടോ. അക്ബറും ഷാനവാസും കൂടെ തെള്ളിക്കൊണ്ട് നടന്നു. അതില് അക്ബർ കണ്ണു മൂടുകയും ഷാനവാസ് വാ മൂടുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ അനീഷിനെ ഇങ്ങനെ തെള്ളിക്കൊണ്ട് നടക്കാണേ. അതിന്റെ കൂട്ടത്തില് നമ്മുടെ ആര്യനാണെങ്കിൽ ആന നടത്തവും നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു അടുത്ത പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഗോൾഡ് കോയിൻ പോയതിനെ പറ്റി അവിടെ ചെറിയ രീതിയിലുള്ള സംസാരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് അനീഷ് പറഞ്ഞു ആര്യന്റെ കഴിവുകേട് കൊണ്ടാണ് പോയത്. പിന്നെ ഒനീല് വന്നിട്ടാണെങ്കിലും ഈ ആര്യനുമായിട്ടൊരു ടോക്ക് ഉണ്ടായി ഗോൾഡ് കോയിനെ പറ്റിയിട്ട്. അത് നീ നിനക്ക് നഷ്ടപ്പെടുത്തിയതിന്റെ കാരണം നീ തന്നെയാണെന്നുള്ള രീതിയിൽ അവിടെ ചെറിയ രീതിയിൽ വീണ്ടും ഒരു വർത്താനമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വൈകുന്നേരമായി, ലൈറ്റ് ഒക്കെ ഓഫായി, നമ്മുടെ പുകഞ്ഞ പുള്ളികൾ പുറത്തേക്ക് പോയി. പക്ഷെ ഷാനവാസ് കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല, ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഈ പുകഞ്ഞ കൊള്ളികളുടെ കൂടെ ഇരിക്കാതെ മാറിപ്പോയിരിക്കുന്ന, ബെഡിനടുത്തിരിക്കണം എന്നുള്ളത് റൂളായിരുന്നു. പക്ഷെ ഷാനവാസ് അവിടെ ഇരുന്നിട്ടില്ല. അത് പറഞ്ഞ് മറ്റ് കണ്ടസ്റ്റൻസും നമ്മുടെ അനീഷും, ക്യാപ്റ്റനായ അനീഷും ഒക്കെ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഷാനവാസ് അത് കേട്ടിട്ടില്ല. ഷാനവാസ് ചിലപ്പോ ഗോൾഡ് കോയിൻ കയ്യിലുള്ളതിന്റെ അഹങ്കാരത്തിന് പോയിരിക്കുന്നതായിരിക്കും, മാറിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതിന്റെ ഇടയിൽ ജിസയിൽ ഒന്ന് ഉറങ്ങിയപ്പോഴത്തേനും നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ പൊക്കി എടുത്തോണ്ട് പോകാനായിട്ട് ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. ജിസയിൽ എഴുന്നേറ്റു. ഇതിന്റെ ഇടയ്ക്ക് ശൈത്യം ഉറങ്ങി. പക്ഷെ ആൾക്കാർ വന്നപ്പോഴത്തേനും ശൈത്യം എണീറ്റു. അപ്പൊ ബാക്കി ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇന്ന് നമുക്ക് കണ്ടറിയണം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.